ഞാൻ കലാഭവനിലെ ആർട്ടിസ്റ്റ്. കലാഭവനിലെ ആർട്ടിസ്റ്റ് ആണോ? അയ്യോ അതറിഞ്ഞില്ല. കലാഭവനിലെ എവിടെ? കലാഭവനിലൊന്നും ഒരു കലാഭവനില് ഞെട്ടിയാ? ഞാൻ ജനിച്ച നാള് മുതലേ കലാഭവനിലല്ലേ? അങ്ങനെ പറ്റുമോ സാറേ? കലാഭവനിൽ അങ്ങനെ കയറി പോകാൻ പറ്റുമോ? ഇല്ല. യഥാർത്ഥ കൊച്ചിൻ കലാഭവനിൽ ഉണ്ടായിരുന്ന പഴയ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്കറിയാം. ഇപ്പൊ ജനിച്ചു വന്ന പുതിയ ആർട്ടിസ്റ്റുകളൊന്നും നമുക്കറിയാൻ പാടില്ല. ഇയാളെ കണ്ടിട്ടില്ലല്ലോ എന്തായാലും. ഇയാളൊന്നും കണ്ടിട്ടില്ല. ആറ് കൊച്ചിൻ കലാഭവനാണ് ഉദ്ദേശിക്കുന്നത്? അതെ. നീ പിന്നെ പറഞ്ഞ കലാഭവൻ ഏത്? എന്റെ വീട്ടുപേര് കലാഭവൻ. ഞങ്ങളെ പേര് കല. കലയുടെ പേരിലാണ് ഈ വീട് എഴുതി കൊടുത്തേക്കുന്നത്. അപ്പൊ കലാഭവൻ എന്നാണ് നമ്മൾ അഡ്രസ് ഫുള്ള്. അങ്ങനെ നമ്മൾ ജനിച്ച നാൾ മുതൽ ഞാൻ കലാഭവനിലാണ്. അപ്പൊ നിന്റെ വീട്ടിലെ ആർട്ടിസ്റ്റ് ആണ് നീ. അതാണ് നീ പറഞ്ഞ കലാഭവൻ ആർട്ടിസ്റ്റ്. എന്റെ പേരിന്റെ അഡ്രസ് എടുത്ത് വെച്ചുകൂടെ? ഇതെന്തോ ചോദ്യമാണിത്? നീ താങ്കൾ ആരും കലാകാരനാണോ? ഞാൻ കലാകാരനല്ലത്. ഞാൻ അത്യാവശ്യം ഒരു സിനിമയുടെ റൈറ്ററാ. ആ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി മലയാള സിനിമയിൽ നല്ല കഥാ തിരക്കഥയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സൂക്ഷം. ഇക്കയ്ക്ക് ഞാനതൊരു വേഷം തന്നിരിക്കും. അതുപോലെ തന്നെ പക്രുച്ചേട്ടനും തന്നിരിക്കും. ഈ രചനക്ക് വേഷമൊന്നുമില്ല ഇപ്പൊ? നല്ല നടിയാണ്, എനിക്ക് ഇഷ്ടമൊക്കെയാണ്. പക്ഷെ വേഷം കൊടുക്കൂല. അതെന്താ കാര്യം? അല്ല അതെന്ത് വേഷം കൊടുക്കാതെ എന്താ? നല്ലൊരു ആർട്ടിസ്റ്റ്. നന്നായിട്ട് അഭിനയിക്കത്തില്ലേ? നന്നായിട്ട് ഡാൻസ് കളിക്കത്തില്ലേ? നന്നായിട്ട് കോമഡി ചെയ്യത്തില്ലേ? കാണാൻ നല്ല സുന്ദരിയല്ലേ? പിന്നെ എന്താ കൊടുക്കാത്തത്? അതെല്ലാം കുഴപ്പം ശരിയാണ്. എന്താ കൊടുക്കാത്ത എന്താ? പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഴുതിയിട്ട് രചന നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ടൈറ്റിൽ വന്ന അപ്പോൾ ഞാൻ എന്തോ കഷ്ടപ്പെട്ടതാ. ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ട എന്തെങ്കിലും അർത്ഥമുണ്ടോ? രചന എന്റെ പേരല്ലേ വെക്കേണ്ടത്. അതിന്റെ പേര് രചന എന്റെ സുസ്മിതാസെന്നോ അത് പേര് മാറ്റാൻ പറ. പേര് മാറ്റാൻ വേണമെങ്കിൽ ഏത് പേരിടും? എന്തിടണം? എന്ത് വേണമെങ്കിലും കേട്ടോ. രചനയൊന്നും മാറ്റി വെച്ചു. അംബുജാക്ഷന്റെ സങ്കല്പത്തിൽ ഒരു പേര് ഡയറക്ടർ സുസ്മിത സെൻ അങ്ങനെ രചന ഇടും. നിങ്ങൾക്ക് ഇപ്പൊ തമാശയായിട്ട് കളിക്കാണല്ലേ? എല്ലാരും ചിരിച്ച് കളിച്ച് എന്റെ കാശിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. കാശിന്റെ എന്റെ അടുത്ത സീസണിലെ ഫിഗർ ഷോ വരട്ടെ. വേണമെങ്കിൽ ഇനി നീ ഫിഗർ ഷോ ആയിട്ട് നാട്ടിൽ എവിടെങ്കിലും ഇറങ്ങി നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ചിലർക്ക് ഓണത്തിന് ക്രിസ്മസിനൊക്കെ പരിപാടിയുള്ളൂ. എനിക്ക് അങ്ങനല്ല. എല്ലാ സീസൺ അനുസരിച്ച് ഓണത്തിന് ഞാൻ മാവേലി, ക്രിസ്മസിന് ഞാൻ ക്രിസ്മസ് പാപ്പ. അത് ലോകത്തുള്ള സകല പേര്. ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ മാവേലിട്ട് മാവേലി കണ്ടേക്കുന്നു. കർക്കിടവാവിന്റെ ഒന്ന് ഞാൻ ഫിഗർ ചെയ്യുമല്ലോ. എന്ത് ഫിഗർ? ബലിക്കാക്കയുടെ. എന്ത് കൈയടിയാന്നറിയോ? പാവനാശനം കടപ്പുറത്ത് ഉണ്ട ഉരുട്ടി വെച്ചിട്ട് എന്റെ ബലിക്കാക്കയുടെ ഫിഗർ കാണുമ്പോ 1000 പേരിങ്ങനെ കൈയടിയാ. ഭയങ്കര എന്നാ കയറും ഞാൻ.